റോഷിവാൽ. പലതരത്തിലുള്ള തർക്കങ്ങളാണ്. ഇനി സുധാകരൻ്റെ കാര്യത്തിൽ സുധാകരൻ ഒരു കടുത്ത നിലപാടിലേക്ക്, ഈ ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിന് പിന്നാലെ ഒരു കടുത്ത നിലപാടിലേക്ക് പോവുകയാണെങ്കിലും ഇവിടെ സംസ്ഥാന നേതാക്കൾ അത് വിശദീകരിക്കാൻ പോകുന്നത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്ന നിലയിലാണ്. ഇന്ന് വി ഡി സതീശനെ കണ്ട് എം പിമാരുടെ മത്സരത്തിൻ്റെ കാര്യത്തിൽ ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ആവർത്തിക്കുന്ന ഘട്ടത്തിലും അത് ഞങ്ങളുടെ കാര്യമല്ല, ഞങ്ങളുടെ കയ്യിലുള്ള വിഷയമല്ല, അത് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കേണ്ട വിഷയമാണ് എന്നാണ്. അതിനെ തുടർന്നുണ്ടാകുന്ന കോളിളക്കങ്ങൾക്കൊക്കെ അതിന് ഉത്തരവാദികൾ ഞങ്ങളല്ല, അത് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമാണ് എന്നാണ് ഇവിടെയുള്ള നേതൃത്വം വിശദീകരിക്കാൻ പോകുന്നത്. മറ്റൊന്ന്, ഈ നേതാക്കൾ, കേരളത്തിലുള്ള പ്രധാന നേതാക്കൾ വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ചില പേരുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തർക്കങ്ങളാണ്. അതിലൊരു സംതൃപ്തി ആ നേതാക്കൾക്കുണ്ടാവുന്ന തരത്തിലുള്ള തീരുമാനമുണ്ടാകുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യം. ഇനിയും അധിക ദിവസം, അധിക സമയം ഡൽഹിയിലെ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്കും തുടരാൻ കഴിയില്ല. ഇവിടെ വി ഡി സതീശനാണെങ്കിലും പ്രചാരണം നടത്തേണ്ടതുണ്ട്, പത്രിക നൽകേണ്ടതുണ്ട്. പേരാവൂരിൽ അതിശക്തമായ മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടമാണ്. അവിടേക്ക് സണ്ണി ജോസഫിന് തിരികെ എത്തേണ്ടതുണ്ട്. അവിടെ കെ ശൈലജയെ പോലൊരു ശക്തയായ എതിരാളിയുണ്ട്. അവിടെ പ്രചാരണം നയിക്കേണ്ടതുണ്ട്. അങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന സാഹചര്യം. റോഷിബാൽ. റീജിത്ത്, ഒന്ന്, തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം 23-നാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. അങ്ങനെ 24 മണിക്കൂർ, 48 മണിക്കൂറായി. അങ്ങനെ സമയം ഇങ്ങനെ കടന്നു പോകുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളവരുടെ ചങ്കിടിപ്പ് വർദ്ധിക്കുന്നു. പ്രവർത്തകരാകെ നിരാശരാകുന്ന സാധ്യത. ഇന്ന് നാളെ നേരം പുലരുന്നതിന് മുമ്പ് പട്ടിക പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നേതാക്കൾക്കും ബുദ്ധിമുട്ടാകും. കാരണം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് നാളെ റോഡ് ഷോയാണ് മണ്ഡലത്തിൽ. സമാനമായി തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറവൂരിലും പരിപാടികൾ നേരത്തെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നാളെ പുലർച്ചെ 2 നേതാക്കളും കേരളത്തിലേക്ക് തിരിക്കേണ്ടതാണ്. ഇന്ന് രാത്രിയോടെ, ഇന്ന് അർദ്ധരാത്രി, ഏതാണ്ട് അർദ്ധരാത്രി ആവുകയാണ്. ഇനി ആ പുലർച്ചെയെങ്കിലും പട്ടിക പുറത്തിറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ തലവേദനയാകും. കെ സുധാകരൻ്റെ കാര്യത്തിലുള്ളതാണ് ഏറ്റവും പ്രധാനം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് സുധാകരന് സീറ്റില്ല, അങ്ങനെയെങ്കിൽ ഇനി സുധാകരൻ്റെ നീക്കം എന്തായിരിക്കുമെന്നതാണ്. നേരത്തെ വാർത്താ സമ്മേളനം നടത്തി പാർട്ടി പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കാനുള്ള ആലോചനയായിരുന്നു സുധാകരൻ നടത്തിയത്. ഇടയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തീരുമാനം എന്താണെന്ന് കാത്തിരിക്കുകയായിരുന്നു. ഇനി കൂടുതൽ പ്രതീക്ഷ കെ സുധാകരനും സുധാകരനെ അനുകൂലിക്കുന്നവർക്കും ഉണ്ടാകില്ല. കാരണം എം പിമാർക്ക് പ്രത്യേക ഇളവ്, അത് കെ സുധാകരന് പ്രത്യേക ഇളവ് നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നു. അതുകൊണ്ട് തന്നെ ഇനി കെ സുധാകരൻ സ്വീകരിക്കുന്ന നിലപാട്, സ്വതന്ത്രരായി മത്സരിക്കുമോ എന്നടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനം ഏറെ വൈകാതെ തന്നെ ഉണ്ടാകും. ഇതിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വരുമ്പോഴായിരിക്കും സുധാകരൻ പിന്നാലെ പ്രതികരിക്കാനുള്ള സാധ്യത. ഇപ്പോൾ ഈ മണിക്കൂറിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. കാരണം പലയിടങ്ങളിലും തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളുള്ള സാഹചര്യത്തിലാണ് ഒരു പുനഃപരിശോധനയൊക്കെ നടക്കുന്നത്. അതിൽ രാഹുൽ ഗാന്ധി പട്ടിക വെട്ടി വീണ്ടും ആ പട്ടിക തയ്യാറാക്കാനുള്ള നിർദ്ദേശം നൽകിയെന്നാണ് സൂചനകൾ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മധുസൂദൻ മിസ്ത്രി അടക്കമുള്ള നേതാക്കൾ എത്തിയതും. ഇനി വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്ന പുതിയ പട്ടിക തയ്യാറാക്കി അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് മുന്നിലേക്ക് എത്തിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഇന്ന് ഏറെ വൈകാതെ തന്നെ പട്ടികയിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാക്കാനുള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്. ഇതിൽ പട്ടിക പുറത്തിറങ്ങിയാലും ഏറ്റവും ശ്രദ്ധേയമാകുന്നതും കോൺഗ്രസ് നേതൃത്വം ആകാംക്ഷയോടെ, ആശങ്കയോടെ കാണുന്നതും കെ സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും. കാരണം നാളെ നേരം പുലർന്നാൽ കെ സുധാകരന് സീറ്റില്ലെങ്കിൽ കെ സുധാകരൻ ശക്തമായി പ്രതികരണത്തിന് തയ്യാറാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സുധാകരൻ മാത്രമായിരിക്കില്ല, സുധാകരനെ അനുകൂലിക്കുന്ന ഒട്ടേറെ പ്രവർത്തകരുണ്ട്, അനുയായികളുണ്ട്.